ഹലോ എവരി വൺ. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ലീഗൽ നോട്ടീസ് എന്നത് എന്താണ്. കോർട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു നോട്ടീസ് വരുവാണെങ്കിൽ നിങ്ങൾക്കത് ഡൗട്ടായിരിക്കും, ഇതെന്താണ് ഈ നോട്ടീസ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് കോടതിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണോ എന്താണ് എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളുടെ ഡൗട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലീഗൽ നോട്ടീസ് എന്നത് എന്ത്? ലീഗൽ നോട്ടീസ് എന്ന് വെച്ചാൽ നിയമപരമായ ഒരു മുന്നറിയിപ്പാണ്. ഫോമൽ ലീഗൽ കമ്മ്യൂണിക്കേഷൻ. കോർട്ട് കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപുള്ളതാണ് ലീഗൽ നോട്ടീസ്. അതായത് എല്ലാവരുടെയും ഡൗട്ട്, ഈ ലീഗൽ നോട്ടീസ് കോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണോ, ഇത് കോർട്ടിൽ നിന്ന് ഞങ്ങളുടെ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് അയക്കുന്നതാണോ, ആരാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ളതാണ്. എന്നാൽ ലീഗൽ നോട്ടീസ് കോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതല്ല, അതൊരു നിയമപരമായുള്ള മുന്നറിയിപ്പാണ്. അതായത് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ഡയറക്റ്റ് അയക്കുന്നതാണ് ലീഗൽ നോട്ടീസ്. ഓപ്പോസിറ്റ് പാർട്ടി അയക്കുന്നത് എഴുത്ത് പ്രകാരം ഉള്ള നോട്ടീസാണ്. അതായത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കോടതിയിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അവരത് അറിയിച്ചു കൊണ്ടൊരു നോട്ടീസ് അയക്കണം. അതാണ് ലീഗൽ നോട്ടീസ്. അപ്പോൾ അത് കോടതി നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കണ്ട് എന്താണ് നിങ്ങളുടെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം അഡ്വക്കേറ്റ് ഡയറക്റ്റ് എതിർകക്ഷിക്ക്, അതായത് ഓപ്പോസിറ്റ് സൈഡ് പാർട്ടിക്ക് ഡയറക്റ്റായിട്ട് അഡ്വക്കേറ്റ് അയക്കുന്നതിന് നോട്ടീസിനെയാണ് ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത്. ലീഗൽ നോട്ടീസ് എപ്പോഴാണ് അയക്കുന്നത്, അതാണ് അടുത്ത ഡൗട്ട്. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പൈസ കടം മേടിച്ചിട്ട് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ, പണം തിരികെ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ കോടതിയിൽ സിവിൽ സ്യൂട്ട്, മണി റിക്കവറി സൂട്ട് ഫയൽ ചെയ്യുന്നതിന് മുൻപ് അവരത് അറിയിക്കാൻ പോവുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൾ ചെയ്ത് പറയാനോ അതൊന്നും പറ്റില്ല. അപ്പോൾ അതിനൊക്കെ പകരം നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കാണുന്നു, അഡ്വക്കേറ്റ് ഡയറക്റ്റ് നിങ്ങളുടെ പരാതി എന്താണെന്നുള്ളത് അവരയക്കുന്നു, നിങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് നോട്ടീസിനെയാണ് ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവുന്ന കേസുകൾ, അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ചെക്ക് തന്നിട്ട് അത് ബൗൺസ് ആവുകയാണ്, അത് നിങ്ങൾക്ക് ആ ക്യാഷ് ലഭിച്ചിട്ടില്ല, അപ്പം നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അവരറിയിക്കണമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൾ ചെയ്ത് പറയാനൊന്നും അവകാശമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ഒരു അഡ്വക്കേറ്റിനെ കാണുന്നു, അഡ്വക്കേറ്റ് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർട്ടിക്ക് അയക്കുന്നു. അതിനെയാണ് ചെക്ക് ബൗൺസ് കേസിലെ ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾ ഒരു റെൻറ്റിന് കൊടുത്തിരിക്കുന്നു, അവർ കരാറ് കഴിഞ്ഞിട്ടും, അതായത് എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടും ഇതുവരെയും വീട്ടിൽ നിന്ന് മാറുന്നില്ല. ആ ടൈമിൽ നിങ്ങൾക്ക് അവരോട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനോ അടിപിടി അങ്ങനെയൊന്നും നടക്കില്ല. അപ്പം അതൊക്കെ നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസായി മാറും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിയമപരമായ ഒരു അഡ്വക്കേറ്റിനെ കാണുക, നിങ്ങൾ അവരുടെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയാണ്, കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്നറിയിച്ചുകൊണ്ട് അവർക്ക് ഒരു ലീഗൽ നോട്ടീസ് അയക്കുക. ഇതാണ് അടുത്ത ലീഗൽ നോട്ടീസിൻ്റെ വേറൊരു വശം. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് ഡിവോഴ്സ് വേണം, നിങ്ങൾ ഫാമിലി കോർട്ടിൽ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. മ്യൂച്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്ന് ഉള്ളത് എന്തൊക്കെയാണ്, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആവശ്യം, എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ, എന്തെല്ലാം ചേർത്ത് നിങ്ങൾ നിങ്ങളുടെ അഡ്വക്കേറ്റിനോട് പറയുന്നു. നിങ്ങളുടെ അഡ്വക്കേറ്റ് നിങ്ങളുടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് നോട്ടീസ് അയക്കും. അതിനെയാണ് അടുത്തൊരു ലീഗൽ നോട്ടീസിൻ്റെ വേറൊരു വശം. അപ്പോൾ ഇതൊക്കെയാണ് ലീഗൽ നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ ലീഗൽ നോട്ടീസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. കോടതിയിൽ നിന്ന് ഡയറക്റ്റ് അയക്കുന്നതല്ല ലീഗൽ നോട്ടീസ്, കോടതിയിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നറിയിച്ചു കൊണ്ടുള്ള ഒരു മുന്നറിയിപ്പിനെയാണ് ലീഗൽ നോട്ടീസ് എന്ന് പറയുന്നത്.